ഇവിടെ ആരുമില്ലേ? സുശീലേ, സുശീലേ. ആ വരുന്നു. ആ ആരാ ഇത്? സുധനോ? വരൂ, കയറിയിരിക്കു സുധ. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? പുറത്താരെയും കണ്ടില്ല. ആ പുറത്തെ വേറൊരു കുരിശിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഈ വീട്ടിലുള്ളവരാരും അധിക നേരം പുറത്തിരിക്കാറില്ല. അതൊരു കുരിശാണെങ്കിലേ ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കണം സുശീലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. അല്ല, നീ എന്താ കേട്ടെ? പലതും കേൾക്കുന്നുണ്ട്. ചിലര് പറയുന്നത് ഭർത്താവ് തിരിച്ചു വന്നതോടെ സുശീല ഒന്ന് അടങ്ങിയെന്ന്. വേറെ ചിലര് പറയുന്നത് സുശീല ഭർത്താവിനെ കാണുന്നത് മുറ്റത്ത് കെട്ടിയിരിക്കുന്ന പട്ടിയെ കാണുന്ന പോലെയാണ്. ആ പറഞ്ഞതാണ് ശരി. വളർത്തുപട്ടിയൊന്നുമല്ല, വലിഞ്ഞു കയറി വന്ന ചൊറിയും പട്ടിയായിട്ടാ അയാളെ കാണുന്നേ. ആ താമസിയാതെ ആ പട്ടിയെ ഞാൻ ഇവിടുന്ന് ഓടിക്കുന്നുണ്ട്, ഓടിച്ചിരിക്കും. അതെ, ഈ ഓടിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു മനുഷ്യനല്ലേ സുശീല? ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയി നിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ വൃദ്ധസദനം അങ്ങനെ അയാളെ ഞാൻ സുഖിക്കാൻ വിടത്തില്ല. ആ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ആ അത് വിട് സുധ, നീ ഇപ്പൊ എന്തിനാ വന്നേ? പ്രതിഭ സുഖമായിരിക്കുന്നു അല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അയൽക്കാരും പരിചയക്കാരും എന്നോടാ ചോദിക്കുന്നത്, മോളെന്താ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാത്തേന്ന്. അവളൊരു ട്രീറ്റ്മെന്റിലാണ്, നിനക്ക് അങ്ങ് മറുപടി പറഞ്ഞാ പോരെ? ആ ഇനിയിപ്പൊ അവളും കൂടി ഇങ്ങോട്ട് വരാത്തന്റെ കുഴപ്പമേ ഉള്ളൂ. അല്ല, അതെന്താ സുശീല നീ അങ്ങനെ പറഞ്ഞ? പ്രതിഭ ഈ വീട്ടിലെ മരുമോള് തന്നെയല്ലേ? അവൾ ഇവിടെ വരാണ്ട് പിന്നെ എങ്ങോട്ട് പോവാനാ? അതല്ല സുധാ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ കാലമാടൻ ഇവിടുന്ന് പോയാലേ ഈ വീടിനൊരു സ്വസ്ഥതയുണ്ടാവുള്ളൂ. പ്രതിഭ എന്നിട്ട് വന്നാ പോരെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതിന് അയാൾ ഇവിടുന്ന് എപ്പോ പോവുന്ന സുശീല? ഇതൊന്നും ഒരു കാരണമായിട്ട് ആരോടും പറയാൻ പറ്റില്ലല്ലോ. മൂത്ത മരുമകൾ ഇവിടെ അല്ലേ? അതുപോലെ എന്റെ മോള് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ. മൂത്ത മരുമകളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അവളാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. അവൾ ഒരുത്തി എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് ഒരുക്കി കൊടുക്കുന്നതുകൊണ്ടാ അയാൾ ഇവിടെ ഒന്നും പോവാത്തത്. നാളെ പ്രതിഭ ഇങ്ങോട്ട് വന്നാല് അനുപമ അവളെ കൊണ്ടും ആ മനുഷ്യന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. പണ്ടേ അനുപമയും പ്രതിഭയും ഒരു കൂട്ടാണല്ലോ. രണ്ടുപേരും കൂടി ചേർന്ന് ആ എരണക്കേടിനെ ചുമന്ന അതെനിക്ക് ആജീവനാന്തം ഒരു ബാധ്യതയാവും. അനുപമയെ പോലെ പ്രതിഭയും കുറച്ച് മനസാക്ഷിയുള്ളവളാ. അതാ ആ മനുഷ്യനെ ഇറക്കി വിടാനായിട്ടൊന്നും എന്റെ മോള് ചിലപ്പോ കൂട്ടുനിന്നൊന്നും. അതാ ഞാൻ പറഞ്ഞത്. ആ നാശം ഒന്ന് ഒഴിഞ്ഞു പോട്ടെ. എന്റെ പൊന്നു സുധാ, നീയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കേ. അല്ല, പ്രതിഭ നോക്കി ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണമല്ലോ. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സുശീല. നമ്മളെക്കാൾ ഗതികെട്ട് കഴിയുന്ന ഒരാള് നശിച്ചു പോട്ടേന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ ദൈവം ചിലപ്പോ അയാളുടെ അവസ്ഥ നമുക്കും വരുത്തും. അതെ, ആ മനുഷ്യന് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ സുശീല? എന്ത് കാര്യം? അല്ല, അയാൾ ഇവിടെ കഴിയുന്നത് നിനക്കും നിന്റെ മക്കൾക്കും ഇഷ്ടമല്ലെന്ന് പറയണം. അതൊക്കെ ഞാൻ ഒരിക്കൽ മുഖത്ത് നോക്കി പറഞ്ഞതാ സുധാ. പക്ഷേ എന്റെ മക്കളത് പറയില്ല. അതിന് കാരണം അവളാ, ആ അനുപമ. അയാളെ അവള് സംരക്ഷിക്കുന്നത് കൊണ്ടാ എന്റെ മക്കൾ എവിടെയും തൊടാതെ നിൽക്കുന്നു. അതെ, അങ്ങനെയാണെങ്കിലേ ഞാൻ അയാളോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? സംസാരിച്ചു നോക്ക്. എന്റെ മകൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്തത് പോലും അയാൾ ഇവിടെ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് പറയാലോ. കുറച്ചെങ്കിലും ഉളുപ്പും മാനും ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവില്ല. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്, അത് ഞാൻ തടയില്ല. ശരി. പിന്നെ അയാൾ ഇങ്ങോട്ട് പറയുന്ന കഥയൊന്നും കേൾക്കാൻ നിൽക്കണ്ട. അങ്ങോട്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് നീങ്ങുവാ. അപ്പോഴേക്കും ഞാൻ ചായ എടുത്ത് വെക്കാം. ശരി.